ഏറ്റവും പ്രധാനമാണ് അദബ്. നമ്മൾ ഏറ്റവും കൂടുതൽ അദബുള്ളവരാകണം. ചില ചെറുപ്പക്കാരുണ്ട്, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഈ ഉപ്പാപ്പ ചിലപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ പുള്ളി എന്നല്ല പറയാ, പേരക്കുട്ടി, ആ പേരക്കുട്ടി സോഫയിൽ ഇരിക്കുകയാണ്. അത് അദബിനെതിരാണ്. ഉപ്പാപ്പ നിൽക്കുമ്പോ പുള്ളി അവിടെ ഇരിക്കാൻ പാടില്ല, പുള്ളി എണീറ്റ് നിൽക്കണം, അത് അദബാണ്. ആപ്പ നിൽക്കുമ്പോ മോൻ അവിടെ ഇരിക്കാൻ പാടില്ല, മോൻ എണീറ്റ് നിൽക്കണം, അത് അദബാണ്. ഉമ്മനെ ബാക്കിലാക്കിയിട്ട് മോൻ മുന്നിൽ നടക്കാൻ പാടില്ല. ചില സ്ഥലത്ത് നടക്കേണ്ടി വരും അനിവാര്യമായ സാഹചര്യത്തിൽ, അവിടെ പിന്നെ അതാണ് അദബ്, മുന്നിൽ നടക്കലാണ് അദബ്. അതേ സമയത്ത് അല്ലാതെ അവിടെ ഉമ്മാന്റെ മുന്നിൽ നടക്കാൻ പാടില്ല, അത് അദബാണ്. ചില മക്കളുണ്ട്, ഭാര്യനെ മുന്നിലിരുത്തിയിട്ട് ഉമ്മാനെ ബാക്കിൽ ഇരുത്തിയിട്ട് കാർ ഓടിക്കും. ഉമ്മാക്ക് മുന്നിലെ സീറ്റ് കൊടുക്കണം, ഉമ്മയാണ്. അപ്പൊ പിന്നെ ഭാര്യന്റെ കൂടെ ഒന്നിച്ചിരുന്നിട്ട് യാത്ര പോവാൻ അവസരം തന്നെ ഇല്ലേ, ഞങ്ങൾ വേറെ പോയിക്കോളും.